welcome back to Xylem. So, as you all know, നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ ഒരു ദിവസം വന്നെത്തി Xylemത്തിന്റെ banking exam vertical. Yes, that is a golden opportunity for all of you. Like എല്ലാ banking aspirants-ന്റെയും ഒരു golden opportunity ആണ് ഇത്. നന്നായി പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങളും റെഡിയാണ്. ഒരു banking aspirants അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കേണ്ട സകല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഞങ്ങൾ സെറ്റ് ചെയ്ത് ഇവിടെ തരുന്നുണ്ട്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ക്ലാസ്സസ് നല്ല കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാന്ന് മാത്രം. അങ്ങനെ ചെയ്തു കഴിഞ്ഞ് നന്നായി ഞങ്ങളുടെ കൂടെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ ഏതൊരു ബാങ്ക് എക്സാം ഒന്നല്ല വരുന്ന ഏത് ബാങ്ക് എക്സാമും നിങ്ങളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് അറിയിക്കുക, എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക, മാത്രമല്ല നമ്മുടെ കമ്മ്യൂണിറ്റീസും ജോയിൻ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം, വാട്സാപ്പ് എല്ലാത്തും ജോയിൻ ചെയ്യുക, അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കുക. മാത്രമല്ല ഒരു കാര്യം ആദ്യമേ പറയാം, ബാച്ചിന്റെ ഇൻഫർമേഷൻ, നോട്ടിഫിക്കേഷൻസ് എല്ലാം അപ് ടു ഡേറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കും. നമ്മളൊരു ബാച്ച് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അപ്പം തന്നെ ഞങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്തിരിക്കും. നോട്ടിഫിക്കേഷൻ വന്നാലും അപ്പം തന്നെ അതിന്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ആ നോട്ടിഫിക്കേഷനിൽ ആ എക്സാമിന് വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനത്തെ ഒരു ടെൻഷനും നിങ്ങൾ ബാങ്കിങ് ആസ്പിറൻസിന് ആവശ്യമേ ഇല്ല. കാരണം നിങ്ങളുടെ കൂടെ ഞങ്ങൾ സൈലത്തിലെ ഫുൾ ഫാക്കൽറ്റി നിങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ട്. നമ്മൾ ഇത്തവണ വരുന്ന എല്ലാ ബാങ്ക് എക്സാംസും ക്രാക്ക് ചെയ്യാൻ പോവാണ്. സോ അതിനു മുന്നേ നമ്മള് അഞ്ജു മിസ്സിന്റെ ഒരു അടിപൊളി ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടില്ലേ? അടിപൊളിയായിട്ട് മിസ് നമുക്ക് എന്താണ് ബാങ്ക് എക്സാം, ഏതൊക്കെ ബാങ്ക് എക്സാംസ് ഉണ്ടെന്നൊരു ഡീറ്റെയിൽ വീഡിയോ തന്നിട്ടുണ്ട്. കാണാത്തവർ ഉടനെ ചാനലിൽ പോയി അത് കാണുക. ബിക്കോസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഏത് എക്സാം എഴുതിയാലും അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ള കാര്യം. ഇവിടെ നമ്മളൊരു 7 എക്സാംസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇവര് മാത്രമല്ല ഒരുപാട് ബാങ്ക് എക്സാംസ് ഉണ്ട്. പക്ഷെ ഇവര് 7 പേർക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആണെങ്കിൽ ഏതൊരു ബാങ്ക് എക്സാം എഴുതാനും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും. ആരൊക്കെയാണ് അവർ 7 പേര്? SBI PO, SBI ക്ലർക്ക്, IBPS PO, IBPS ക്ലർക്ക്, RRB PO, RRB ക്ലർക്ക് ആൻഡ് RBI അസിസ്റ്റന്റ്. ഇവരുടെ എക്സാം പാറ്റേൺസ്, അവരുടെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും എക്സാം പാറ്റേൺ, എത്ര ക്വസ്റ്റ്യൻ, എത്ര മാർക്ക്, എത്ര ടൈമിംഗ് എന്ന കാര്യമാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അതിനു മുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. കാരണം നിങ്ങൾ പഠിച്ചിറങ്ങി നിങ്ങളൊരു എക്സാം അറ്റൻഡ് ചെയ്താൽ ഉടനെ നിങ്ങൾക്കൊരു ജോലി വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ബാങ്കിങ് എക്സാംസ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവാൻ പോകുന്നത് ബാങ്കിങ് എക്സാംസ് ആണ്. കാരണം ഓൾമോസ്റ്റ് 30,000 മുതൽ 40,000 വേക്കൻസീസ് വരെ ഓൾ ഇന്ത്യ ബാങ്ക് എക്സാംസിന് ഉണ്ട്. അതായത് ഓൾ ഇന്ത്യ ബാങ്ക് എക്സാംസ് നടക്കുമ്പോൾ ഇത്രയും വേക്കൻസീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ പേടിക്കണ്ട, കേരളത്തിൽ നിങ്ങൾക്ക് എത്ര വേക്കൻസീസ് ഉണ്ടെന്നുള്ളത് ഓരോ എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു തന്നിരിക്കും. ഇത് നിങ്ങൾക്ക് ഒരു ഓൾറൗണ്ട് ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നതാണ്. മാത്രമല്ല ഇയർലി എക്സാംസ് ഉണ്ടാവും. എല്ലാ വർഷങ്ങളിലും നിങ്ങൾക്ക് ഒരേ സമയം ഇപ്പൊ നിങ്ങൾക്ക് IBPS-ഉം SBI-യും RRB-യും ഒക്കെ എഴുതാൻ പറ്റും. അതായത് ഒരേ സമയം ഒരുപാട് എക്സാംസിന് ക്വാളിഫൈ ആവാൻ പറ്റും. മാത്രമല്ല ഓൺ ടൈം റിസൾട്ട്, എക്സാം എഴുതി നിങ്ങൾ പിന്നെ റിസൾട്ട് ഇന്ന് വരും നാളെ വരും എന്ന് കാത്തിരിക്കേണ്ട. ഒരു ഡേറ്റ് പറയും, ആ ഡേറ്റിന് തന്നെ നിങ്ങളുടെ റിസൾട്ട് വന്നിരിക്കും. പിന്നെ പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്. മെയിൻസിന് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം. അതും ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. PO എക്സാം ആണെങ്കിലോ ഇംഗ്ലീഷിൽ ഡിസ്ക്രിപ്റ്റീവ് എന്നൊരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ നിങ്ങൾ പേടിക്കേ വേണ്ട. essay റൈറ്റിംഗ്, ലെറ്റർ റൈറ്റിംഗ് വിത്തിൻ വേർഡ് ലിമിറ്റ് നമ്മൾ സുഖമായി പഠിച്ചെടുക്കും. അതിനൊക്കെ സെപ്പറേറ്റ് കോഴ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചാനലിൽ തന്നെ. നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾ പഠിക്കാൻ റെഡി ആയിട്ട് ഞങ്ങളുടെ ചാനൽ ഓപ്പൺ ചെയ്യുക. സോ നിങ്ങൾക്ക് നന്നായി ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും അവസാനം ഞാനൊരു സംഭവം കൊടുത്തിട്ടുണ്ട്, നെഗറ്റീവ് മാർക്ക്. നമുക്കാർക്കും ആസ്പിറൻസ് ആയ ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് നെഗറ്റീവ് മാർക്ക്. പക്ഷെ പേടിക്കണ്ട, ഈ നെഗറ്റീവ് മാർക്ക് ഇവിടെ തന്നിരിക്കുന്നത് നമുക്കിത് വേണ്ട എന്നുള്ളതാണ്. നമുക്ക് 0.25 എന്നൊരു സാധനം വേണ്ട. നമുക്ക് നെഗറ്റീവ് മാർക്കേ വേണ്ട. നെഗറ്റീവ് മാർക്ക് ഇല്ലാതെ നമ്മൾ പരീക്ഷ ക്രാക്ക് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വേണ്ട. സോ ഇത് വേണ്ടാതാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. അതിന് നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. സോ ഞങ്ങളെ നിങ്ങൾ വിശ്വസിക്കുക, ഞങ്ങളുടെ കൂടെ നിങ്ങൾ നന്നായി പഠിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്ന പ്രിലിംസിന്റെ കാര്യമാണ്. പ്രിലിംസിന് IBPS PO, IBPS ക്ലർക്ക്, SBI PO, SBI ക്ലർക്ക് ആൻഡ് RBI അസിസ്റ്റന്റ്, ഇവർ 5 പേർക്ക് 3 സബ്ജക്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിങ്. പക്ഷെ അതേസമയം RRB PO ആൻഡ് RRB ക്ലർക്ക് വരുമ്പോൾ 2 സബ്ജക്ട് പഠിച്ചാൽ മതി. ആര് വേണ്ട? ഇംഗ്ലീഷ് വേണ്ട. പ്രിലിംസിനാണേ പറയുന്നത്. പ്രിലിംസിന് RRB PO, RRB ക്ലർക്കിന് എന്തില്ല? ഇംഗ്ലീഷ് ഇല്ല, ക്വാണ്ടിറ്റേറ്റീവും റീസണിങ്ങും മാത്രമേ ഉള്ളൂ. ഇനി
കട്ട് ഓഫ് ഞാൻ കറക്റ്റ് ആയിട്ട് എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് വന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. SBI PO ആൻഡ് SBI ക്ലർക്കിന് സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല. അതായത് ഇംഗ്ലീഷിന് ഇത്ര കട്ട് ഓഫ്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവിന് ഇത്ര കട്ട് ഓഫ്, റീസണിങ്ങിന് ഇത്ര കട്ട് ഓഫ് എന്നില്ല. എല്ലാത്തിനോട് ചേർത്ത് ഒരു കട്ട് ഓഫ് ആയിരിക്കും. പക്ഷേ ബാക്കി എക്സാംസ് IBPS PO ക്ലർക്ക്, RRB PO ക്ലർക്ക്, RBI അസിസ്റ്റന്റിന് സെക്ഷണൽ കട്ട് ഓഫുകൾ ഉണ്ടാവും. അതായത് ഓരോ സബ്ജക്റ്റിനും ഇത്ര കട്ട് ഓഫ് എന്നുള്ളത് ഉണ്ടാവും. പിന്നെ ടൈം നോക്കുകയാണെങ്കിൽ SBI PO SBI ക്ലർക്ക്, IBPS PO IBPS ക്ലർക്ക് ആൻഡ് RBI അസിസ്റ്റന്റ്, ഇവർക്ക് ഇത്രയും പേർക്ക് എങ്ങനെയാണ് സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. അതായത് 20 മിനിറ്റ് 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റിനും ഇത്ര ടൈം അവർ അലോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ RRB PO ആൻഡ് RRB ക്ലർക്ക് വരുമ്പോൾ എന്തില്ല, സെക്ഷണൽ ടൈമിംഗ് ഇല്ല. മൊത്തം പരീക്ഷയ്ക്കും കൂടി 1 മണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. പേടിക്കണ്ട, ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോളാം. എവിടെ സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്, എവിടെ സെക്ഷണൽ ടൈമിംഗ് ഇല്ല, എവിടെ സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്, എവിടെ സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല. ഇതൊരു ഐഡിയക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. എക്സാം വരുമ്പോൾ ഇപ്പൊ IBPSന് വിളിക്കുമ്പോൾ IBPSന്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ എക്സാമിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കും. ഇനി പ്രിലിംസിന്റെയും മെയിൻസിന്റെയും പാറ്റേൺ നമുക്ക് നോക്കാം. സിമ്പിൾ ആണ്. IBPS PO SBI PO RBI അസിസ്റ്റന്റ് പ്രിലിംസ് പാറ്റേൺ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ് എബിലിറ്റി, 100 ക്വസ്റ്റ്യൻ, 100 മാർക്ക്, 60 മിനിറ്റ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെക്ഷനിലെ ടൈം അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി RRB PO പ്രിലിംസ് എക്സാം പാറ്റേൺ, റീസണിങ്ങും ന്യൂമറിക്കൽ എബിലിറ്റിയും 80 45 മിനിറ്റ്. ഇനി IBPS PO മെയിൻസ് വരുമ്പോൾ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടത് സെക്ഷൻ A ആൻഡ് സെക്ഷൻ B എന്നൊരു തിരിവ് അവിടെ വരുന്നുണ്ട്. റീസണിങ്ങിന് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡിന് സെക്ഷൻ A ഉണ്ടാവും, സെക്ഷൻ B ഉണ്ടാവും. ഇംഗ്ലീഷ് ലാംഗ്വേജ് അതിൽ സെക്ഷൻ A ആൻഡ് സെക്ഷൻ B ഉണ്ട്. ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷനും സെക്ഷൻ A സെക്ഷൻ B ഉണ്ട്. പിന്നെ ജനറൽ എക്കോണമി ആൻഡ് ബാങ്കിങ് അവയർനെസ് എന്നൊരു ഇത് വരുന്നുണ്ട്. അതും നമ്മളിവിടെ കവർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്, എസ്സേ ആൻഡ് ലെറ്റർ, ഇവർക്ക് നമുക്ക് ഓൾമോസ്റ്റ് 3 hours and 30 minutes ആണ് ടൈം വരുന്നത്. ഇവരുടെ ഒക്കെ കാര്യം ഇൻ ഡീറ്റെയിൽ നമ്മൾ വരുന്ന വീഡിയോസിലൊക്കെ പറയുന്നുണ്ടാവും. ഇനി SBI PO മെയിൻസ് നോക്കാം. ഇവിടെ റീസണിങ്, ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, ജനറൽ എക്കോണമി, ബാങ്കിങ് അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എത്രയാണ്? 3 hours 30 minutes. അഗൈൻ മെയിൻസിന്റെ കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആദ്യം പറഞ്ഞത് പ്രിലിംസും ഇപ്പൊ പറഞ്ഞത് മെയിൻസിന്റെ ആണ്. ഏതൊക്കെയാണെന്ന് ഞാൻ മുകളിൽ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർ ഒന്നുകൂടി വീഡിയോ പുറകിലേക്ക് പോയി നോക്കി എഴുതി എടുത്ത് വയ്ക്കുക. RRB PO മെയിൻസ് അവിടെയാണെങ്കിലോ റീസണിങ്, ജനറൽ അവയർനെസ്, ന്യൂമറിക്കൽ എബിലിറ്റി, ഇംഗ്ലീഷ് ലാംഗ്വേജ്, കമ്പ്യൂട്ടർ നോളജ്. സോ ഒരു 200 മാർക്സിന് നിങ്ങൾക്ക് ഇത്രയും എവിടെ പ്രതീക്ഷിക്കാം? RRB PO മെയിൻസിന് പ്രതീക്ഷിക്കാം. ഇനി ഇത്ര നേരം നമ്മൾ POയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി നമ്മൾ ക്ലർക്കിന്റെ കാര്യം പറയാൻ പോവാണ്. IBPS SBI ക്ലർക്ക് ആണെങ്കിൽ 1 hour കിട്ടും. ഏതൊക്കെ? ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് റീസണിങ്. RRB ക്ലർക്ക് ആണെങ്കിലോ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു സെക്ഷണൽ ടൈമിംഗ് ഇല്ല. 45 minutes ഇൻ ഓൾ ടോട്ടൽ. റീസണിങ്ങും ന്യൂമറിക്കൽ എബിലിറ്റിയും മാത്രമേ ഉള്ളൂ. ആരില്ല? ഇംഗ്ലീഷ് ഇല്ല. ദെൻ SBI ക്ലർക്കിന്റെ മെയിൻസ് നോക്കാം. അവിടെ 2 hours 40 minutes നമുക്ക് ഓൾമോസ്റ്റ് കിട്ടും. ജനറൽ ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് എബിലിറ്റി ആൻഡ് ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്. പിന്നെ IBPS ക്ലർക്ക് അവിടെയും എന്താണ്? 160 minutes ആണ്. റീസണിങ് ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ്, ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്, ഇത്രയും നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് വൺ IBPS RRB ക്ലർക്ക്. അവിടെ ആവുമ്പോഴും എങ്ങനെയാണ്? 200 മാർക്സിനാണ്. റീസണിങ്, ജനറൽ അവയർനെസ് ഉണ്ട്, ന്യൂമറിക്കൽ, ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടർ. ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞു മെയിൻസിന് എന്തുണ്ട്? കുറച്ച് കമ്പ്യൂട്ടർ നോളജ് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. അതും നമ്മൾ ഇവിടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ലാസ്റ്റ് വൺ RBI അസിസ്റ്റന്റ്. നമ്മൾ RBI അസിസ്റ്റന്റ് പ്രിലിംസിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ RBIന്റെ മെയിൻസിന്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് 135 minutes ആയിരിക്കും ഓൾ ടോട്ടൽ ഉണ്ടാവുക. ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് എബിലിറ്റി, കമ്പ്യൂട്ടർ നോളജ് ആൻഡ് ജനറൽ അവയർനെസ്. ഇത്രയുമാണ് ആക്ച്വലി എക്സാം പാറ്റേൺ. ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവട്ടെ, ഒരു ക്ലാരിറ്റി കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. ഇൻ ഡീറ്റെയിൽ നമ്മൾ ഓരോ എക്സാംസിനും വരുന്നതായിരിക്കും. ഓരോ എക്സാമിന് വേണ്ട കാര്യങ്ങൾ, നോട്ടിഫിക്കേഷൻ എല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വെറി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നന്നായി ഞങ്ങളുടെ കോഴ്സസ് ഫോളോ ചെയ്യുക, നന്നായി പഠിക്കുക. നിങ്ങൾക്ക് ജോലി വേണോ എങ്കിൽ നിങ്ങൾ നന്നായിട്ട് ക്ലാസ്സസ് ഫോളോ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക.
ഉറപ്പായിട്ടും ജോലി കിട്ടും. സോ യെസ്, വി ഓൾ ക്യാൻ ഡു ദിസ് ബിക്കോസ് ആസ്പിറൻസ് എന്ന് പറയുന്നത് എന്താണ്? വി ആർ വെരി അംബീഷ്യസ് പീപ്പിൾ അല്ലെ. നമുക്ക് വേണം എന്ന് വിചാരിച്ചാൽ നമ്മൾ നേടിയെടുക്കണം. സോ എല്ലാവരും ഇനി വരുന്ന കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം, ബിക്കോസ് ഐ നോ യു ഓൾ ആർ അംബീഷ്യസ് ടു ഹാവ് എ ജോബ്. So let's see you in the next class. Bye bye. Take care.